ഇത് 20 അടി ഹൈറ്റിൽ ഈ വെള്ളം പൊങ്ങി വന്നുകൊണ്ട്, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ അവിടെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് ഒന്നും വേണ്ട, ആ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ടാണ് ഇത് പൊങ്ങുന്നത്. ഒറിജിനാലിറ്റി ഉള്ളതാണ്, വിശ്വാസത്തോടെ കഴിക്കുക, കൃത്രിമം ചെയ്യാത്ത, അതായത് ഒരു മായം ചേർക്കാത്ത തനി നാടൻ ഫുഡ്. പിന്നെ ചീത്തയാകുന്ന ഒരു സാധനം ഇല്ല. പറഞ്ഞ സമയം വരെ കൃത്യമായി നിൽക്കും, അത് കഴിഞ്ഞ് ചീത്തയാവും. പ്രകൃതി സ്നേഹമുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ്. കുറെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കടയിലാണ് നമ്മളുള്ളത്. എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ കോയൽമന്നത്തിനടുത്ത് മാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇതാ എൻ്റെ ഈ പുറകിലായിട്ട് കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് ഇവിടെ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളതെന്ന് ചോദിക്കേണ്ടി വരുന്നില്ല. പകരം നമുക്ക് ഇതാ ഈ ബട്ടണിലൊന്ന് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന പോലുള്ള അനൗൺസ്മെന്റുകൾ കേൾക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണത്തിന്റെ കൂട്ടുകൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തനായ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നത് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളെ ഇത്ര നേരം പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിന്റെ കാര്യമാണ്, പൃഥ്വിരാജ്. കാലങ്ങൾക്ക് മുമ്പേ കുറേ ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്താണ്. എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചെറിയൊരു കടയ്ക്കുള്ളിൽ ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫുഡ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൽ പല മെഷീനുകളും ഇദ്ദേഹത്തിൻ്റെ ഐഡിയ പറഞ്ഞു കൊടുത്ത് ചെയ്തുണ്ടാക്കിയതാണ് അല്ലേ? നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? 10 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പുറകിലായിട്ട് കാണുന്ന ഈ ഒരു സംഭവമാണ് ഈ ഒരു കടയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കടയിൽ വരുന്നവർക്ക് എന്താ ഉള്ളത് എന്ന് ചോദിക്കേണ്ടി വരുന്നില്ല അല്ലേ? ശരിക്കും ഇത് എന്താണ് ഉപയോഗം വരുന്നത്? ഇത് ബോർഡിൽ വെച്ചത് കാണും, അതും വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വെക്കുക. അതായത് കാഴ്ചശക്തി മംഗലില്ലാത്ത ആൾക്കാരുടെ കയ്യിലും വയസ്സായവർക്കൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇത് വെക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥാപനം ഇന്ന് ലീവാണെന്ന് പറയണത് ഇപ്പോൾ അടച്ചിരിക്കണ ആൾക്കാർ ചോദിക്കാൻ പറ്റും, അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വോയിസിൽ വെക്കുന്നത്. ലീവാണെങ്കിൽ ലീവ്, അല്ലെങ്കിൽ വെൽക്കം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാനിൻ്റെ റെഗുലേറ്റർ പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അല്ലേ? അതിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നടക്കുന്നത്. കൂടാതെ ഒരു ബെല്ലിൻ്റെ സ്വിച്ച് ഉണ്ട്. ഈ ഒരു റെഗുലേറ്റർ എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഇത് ബലനിലവാരം 1 നോബ് തിരിച്ചാൽ ബലനിലവാരം പറയണതാണ്, ഇത് തിരിച്ചിട്ട് പറയുന്നതാണ്. തനിമ ടേസ്റ്റി ഫുഡ് പ്രൊഡക്റ്റ്. വില നിലവാരം: ചപ്പാത്തി 5 രൂപ, പത്തിരി 5 രൂപ, ഇടിയപ്പം 5 രൂപ. അടുത്ത ചേരുവകളെ കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള രാസവസ്തുക്കൾ ചേർത്തിട്ടില്ലാത്ത ആഹാരങ്ങളാവുന്നത്. ചപ്പാത്തി ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളവും, പത്തിരി അരിപ്പൊടി, ഉപ്പ്, വെള്ളം, എണ്ണ. അപ്പൊ നമ്മൾ ഈ പുറകിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? അത് ഒരിക്കൽ പറഞ്ഞാൽ നിൽക്കും. കൂടാതെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബെല്ലിന്റെ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നത്? ഇതിൽ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കണതല്ല, സ്റ്റോക്കിലുള്ളത് ഇന്നതാണ്. അതും വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അതിനാണ് ഈ സ്വിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഇങ്ങനൊരു ടെക്നോളജി അത് കുറേ കാലങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നാണ് അല്ലേ? ഇത് കുറേ കാലം. മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്ന് കയറിയ സമയത്ത് നമ്മളെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട്, അതായത് വെൽക്കം ചെയ്തുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് അല്ലേ? അതായത് അത് ഇവിടെ എല്ലാവരും ആളുകൾ വന്ന അനൗൺസ് ഉണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ കഴിഞ്ഞു പറഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയും. അതുപോലെ നാളെ ലീവാണെങ്കിൽ നാളെ ലീവ് പറയും, ഇന്ന് ലീവാണെങ്കിൽ ഇന്ന് ലീവ് പറയും. നമ്മൾ അടച്ചിരിക്കുകയാണെങ്കിൽ ലീവാണെങ്കിൽ അതിൽ വിളിച്ചു പറയും. ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതൊക്കെ? ഇത് വോയിസ് റെക്കോർഡ് ചെയ്യാണ്, പിന്നെ സെൻസർ വെച്ചിട്ട് ഇത് ഓരോന്നും 3 കണ്ടന്റും കൂടി ചേർന്നതാണ് ഒരു വർക്ക് ചെയ്യുന്ന സിസ്റ്റം വരുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഇതൊക്കെ കാണുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ചേട്ടൻ പ്രാരംഭമായിട്ട് വലിയൊരു വിദ്യാഭ്യാസവും കാര്യങ്ങളും ഡിഗ്രി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. എന്നാൽ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമാണ്. എന്നിരുന്നാലും ആ ഒരു അറിവും കഴിവും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല, നമുക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ കാണാനുണ്ട് അല്ലേ? അപ്പോൾ അതൊന്ന് കാണാം. ഇത് റാം പമ്പാണ്, പണ്ടത്തെ ടെക്നോളജിയാണ്, കുട്ടികൾ കാണിക്കാൻ വേണ്ടി വെച്ചാൽ. അപ്പോൾ ആർക്കും ഇത് അവിടെ കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഏത് സമയത്ത് വന്നാലും ഇത് കുട്ടികൾ കാണാൻ പറ്റുന്ന ടെക്നോളജിയാണ്. അല്ല, ഇത് എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ പുഴയിൽ നിന്നൊക്കെ വെള്ളം വരുന്ന ചാടുകയാണെങ്കിൽ ഒരു 4 അടി ഹൈറ്റ് ചാടുകയാണെങ്കിൽ അതിന് പിന്നെ 20 അടി ഹൈറ്റിലേക്ക് വെള്ളം പോക്കാൻ പറ്റും. അതായത് ഇതിന് കറണ്ട് വേണ്ട? ഇപ്പോൾ കറണ്ടേ വേണ്ട, ഒന്നും വേണ്ട. ഒരു പുഴയിൽ നമ്മൾ ഒരവിടേക്ക് ചാടുകയാണ് പറഞ്ഞാൽ ഒരു 4 അടി ഹൈറ്റിൽ ചാടുകയാണെങ്കിൽ ഇത് സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 4 അടി ഹൈറ്റ് താഴത്തേക്ക് വരുമ്പോൾ 70% വെള്ളം പുറത്തേക്ക് പോകും. അതിൻ്റെ പ്രഷർ കൊണ്ട് 20 അടി ഹൈറ്റിക്ക് വെള്ളം പോകും. അങ്ങനെ പൊന്തിപ്പോകും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മലയോരത്തൊക്കെ മലയോരത്ത് താമസിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണാം. ഇത് ഓണാക്കണ കാണിച്ചു. ഇത് അവിടെ വെള്ളം ചാടുന്നുണ്ട്. ഇതിൻ്റെ പ്രഷർ കൊണ്ടാണ്
20 അടി പൊങ്ങണത് ഹൈറ്റിൽ. ഇത് 20 അടി ഹൈറ്റിൽ ഈ വെള്ളം പൊങ്ങി വന്നുകൊണ്ട്, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ അവിടെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് കറണ്ടൊന്നും വേണ്ട, ആ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ടാണ് ഇത് പൊങ്ങുന്നത്. ഇത്രയും ഹൈറ്റിൽ പൊന്തിപ്പോകും അല്ലേ? 20 അടി ഹൈറ്റ് പൊങ്ങിപ്പോകും. ഇപ്പം നമ്മൾ ഇവിടെ ഫോഴ്സ് കുറവ് പോലെ തോന്നുന്നുണ്ട്, അതെന്തായിരിക്കും? അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഈ 70% വെള്ളം പോവും, ഒരു 30-20% വെള്ളം മുകളിലേക്ക് പോകും. അതാണ് ഈ ടെക്നോളജിയാണ് ചെയ്തിരിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് തന്നെയാണ് ഇത് പൊങ്ങുന്നത്. അപ്പോൾ ത്രിപുരാജ് ചേട്ടാ, നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വിശേഷമാണ് ഇത്ര നേരം കണ്ടത്. ഈ ഒരു ചുരുങ്ങിയ സമയത്ത് കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ കുറേ ടെക്നോളജികൾ അല്ലേ. ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് നമ്മളെ കറണ്ടും വൈദ്യുതി ഒന്നും വേണ്ടാതെ പ്രവർത്തിക്കുന്ന ആ ഒരു പമ്പ് അല്ലേ, റാം പമ്പ്. അപ്പോൾ അതാണ് ഇദ്ദേഹം ചെയ്തതിൽ വളരെയധികം നമ്മൾക്ക് ഞെട്ടിപ്പോയത്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടെക്നോളജി പല സ്ഥലങ്ങളിലും ആവശ്യമായിട്ടുള്ളതാണ് അല്ലേ. അതിനെ ഇദ്ദേഹത്തെ സമീപിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ തന്നെ മറ്റൊരു വ്യത്യസ്തമായ വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.